പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ. കോവിഡ്-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വിദേശയാത്രകൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് കറക്ഷൻസ് വരുത്തുന്നത്? എങ്ങനെയാണ് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്? കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പേര്, വയസ്സ് ഉൾപ്പെടെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? 2 മൊബൈൽ നമ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒന്നാമത്തേതും രണ്ടാമത്തേതുമായ കോവിഡ് വാക്സിനേഷനുകൾ ഒന്നിച്ച് ഒരു സർട്ടിഫിക്കറ്റിൽ എങ്ങനെ ലഭ്യമാകും? ഒരാളുടെ ഫോൺ നമ്പറിൽ അയാൾ അറിയാത്ത ആരെങ്കിലും രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? ഒരു മൊബൈലിൽ രജിസ്റ്റർ ചെയ്ത് വാക്സിനേഷൻ എടുത്തിട്ടുള്ള ഒരാളെ മറ്റൊരു മൊബൈൽ നമ്പറിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ക്ലാസ്സാണ് നാം ഇന്ന് ചെയ്യുന്നത്. ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനായി ആദ്യം ഗൂഗിളിൽ cowin.gov.in എന്ന സൈറ്റിൽ കയറുക. തുടർന്ന് ഇങ്ങനെ ഒരു പേജാണ് ലഭിക്കുന്നത്. തുടർന്ന് ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന OTP എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ നമ്പറിൽ വാക്സിനേഷൻ എടുത്തിട്ടുള്ളവരുടെ വിശദ വിവരങ്ങൾ വരും. ആരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് കാണേണ്ടത് എന്നതിന് ഷോ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ അമർത്തിയാൽ സർട്ടിഫിക്കറ്റ് കാണാൻ കഴിയും. തുടർന്ന് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ബട്ടണിൽ അമർത്തിയാൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി അന്താരാഷ്ട്ര യാത്ര ഉപയോഗത്തിനായിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് എങ്കിൽ ഇൻ്റർനാഷണൽ ട്രാവലർ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്താൽ ഈ പേജിൽ എല്ലാ വിവരങ്ങളും വായിച്ച് മനസ്സിലാക്കി എൻ്റർ ചെയ്യുക. തുടർന്ന് പാസ്പോർട്ട് നമ്പറും എൻ്റർ ചെയ്യാവുന്നതാണ്. വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൊടുത്താൽ മതിയാവും. ഇങ്ങനെ കൊടുക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ലഭിക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണാനായി ഷോ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ അമർത്തി തുടർന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നതിൽ അമർത്തിയാൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും അന്താരാഷ്ട്ര യാത്രയ്ക്കായി ഇത് ഉപയോഗിക്കാനും കഴിയും. കോവിൻ പോർട്ടലിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ റൈസ് ആൻഡ് ഇഷ്യൂ എന്ന ഒരു ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷനിലെ ആദ്യത്തേത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ പേര്, വയസ്സ്, ജെൻഡർ, ഫോട്ടോ ID എന്നിവയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽ നിന്ന് മെമ്പറെ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഇപ്രകാരം മെമ്പറെ സെലക്ട് ചെയ്തതിന് ശേഷം പേര്, വയസ്സ്, ജെൻഡർ, ഫോട്ടോ ID ഇവയിൽ ഏതെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു സമയത്ത് 2 കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാവുന്നതും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ഒരു SMS കൺഫർമേഷൻ ലഭിക്കുകയും ആ SMS OTP നൽകുകയും വേണം. ഇങ്ങനെ നൽകപ്പെടുന്ന കറക്ഷൻസ് ട്രാക്ക് ചെയ്യാനായി നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനായി ട്രാക്ക് യുവർ റിക്വസ്റ്റ് എന്ന ഒരു ഓപ്ഷനിൽ ടച്ച് ചെയ്താൽ ഈ കറക്ഷൻ എവിടെ വരെയായി എപ്പോൾ ലഭ്യമാകുമെന്ന് അറിയാൻ കഴിയും. റൈസ് ആൻഡ് ഇഷ്യൂവിലെ രണ്ടാമത്തെ ഓപ്ഷൻ മെർജ് ടു ഫസ്റ്റ് ഡോസ് സർട്ടിഫിക്കറ്റ് എന്നതാണ്. 2 നമ്പറുകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് 2 നമ്പറുകളിൽ നിന്ന് ഓരോ ഡോസ് വാക്സിനേഷൻ എടുക്കുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഓരോന്നിലും ഫസ്റ്റ് ഡോസ് സർട്ടിഫിക്കറ്റ് ആണ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ജനറേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ രണ്ടും യോജിപ്പിച്ച് ഒന്നാമത്തേതും രണ്ടാമത്തേതും ഡോസ് വാക്സിനേഷൻ ഡേറ്റുകൾ കാണിച്ച് ഫൈനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. ഇതിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്ന് മെമ്പറെ സെലക്ട് ചെയ്യുക. തുടർന്ന് സെക്കൻഡ് ഡോസ് സർട്ടിഫിക്കറ്റിൻ്റെ റഫറൻസ് IDയും ഡേറ്റും എൻ്റർ ചെയ്യുക. തുടർന്ന് രണ്ടാമതെടുത്തിട്ടുള്ള ഒന്നാമത്തെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഇതിനെ തുടർന്ന് SMS ആയി കൺഫർമേഷൻ ലഭിക്കും. തുടർന്ന് ഈ റിക്വസ്റ്റിൻ്റെ തൽസ്ഥിതി അറിയുന്നതിനായി ട്രാക്ക് റിക്വസ്റ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ടച്ച് ചെയ്താൽ ഈ റിക്വസ്റ്റ് സ്വീകരിക്കപ്പെടാറായോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. റൈസ് ആൻഡ് ഇഷ്യൂവിലെ അടുത്ത ഓപ്ഷനാണ് ട്രാൻസ്ഫർ എ മെമ്പർ ടു എ ന്യൂ മൊബൈൽ നമ്പർ. ഒരു മെമ്പറെ ഒരു പുതിയ മൊബൈൽ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്.
ഇതിനായി മെമ്പറെ സെലക്ട് ചെയ്യുകയും ന്യൂ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷനിൽ ഏത് നമ്പറിലേക്കാണോ ഇദ്ദേഹത്തെ ചേഞ്ച് ചെയ്യേണ്ടത് ആ മൊബൈൽ നമ്പർ നൽകുകയും ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്ത് SMS കൺഫർമേഷനും ലഭിച്ചാൽ സെലക്ട് ചെയ്യപ്പെട്ട മെമ്പറെ പുതിയ മൊബൈൽ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. റൈറ്റ്സ് ആൻഡ് ഇഷ്യൂവിലെ അടുത്ത ഓപ്ഷനാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ബാച്ച് നമ്പർ, വാക്സിനേഷൻ ഡേറ്റ് എന്നിവ ചേഞ്ച് ചെയ്യാനുള്ളത്. ഇതിനായി മെമ്പറെ സെലക്ട് ചെയ്യുകയും ബാച്ച് നമ്പർ, ഡേറ്റ് മുതലായവ നൽകുകയും തുടർന്ന് അതിന് വേണ്ട രേഖകൾ സബ്മിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതനുസരിച്ചിട്ടുള്ള പുതിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. റൈറ്റ്സ് ആൻഡ് ഇഷ്യൂവിലെ അവസാനത്തെ ഓപ്ഷനാണ് റിവോക്ക് എ മെമ്പർ എന്നുള്ളത്. ഇതിനായി മെമ്പറെ സെലക്ട് ചെയ്യുകയും ഫുള്ളി വാക്സിനേറ്റഡ് ടു നോട്ട് വാക്സിനേറ്റഡ് എന്ന ഓപ്ഷനിലേക്ക് മാറ്റാനും നോട്ട് വാക്സിനേറ്റഡ് ടു ഫുള്ളി വാക്സിനേറ്റഡ് എന്നതിലേക്കും പാർഷ്യലി വാക്സിനേറ്റഡ് ടു ഫുള്ളി വാക്സിനേറ്റഡ് എന്നതിലേക്ക് മാറ്റാനും കഴിയും. ഇതിനായി വേണ്ട ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യുകയും SMS കൺഫർമേഷൻ ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള എല്ലാ റിക്വസ്റ്റുകളും ട്രാക്ക് റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ അമർത്തിയാൽ ഈ റിക്വസ്റ്റുകൾ സ്വീകരിക്കപ്പെട്ടോ എപ്പോഴത്തേക്ക് ശരിയാകും എന്നതിനെക്കുറിച്ചുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നതാണ്. കോവിൻ പോർട്ടലിലെ റൈറ്റ്സ് ആൻഡ് ഇഷ്യൂ ഉപയോഗിച്ച് നമ്മുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പേര്, വയസ്സ്, മറ്റു രേഖകൾ, വാക്സിനേഷൻ സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങളാണ് നാം സംസാരിച്ചത്. ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ. ജയ് ഹിന്ദ്.